വയർ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളോട് ചെയ്തത് എന്താണെന്നറിയോ? അവരെ നിരന്തരം കേസുകളിൽ കുടുക്കി അവരെ പ്രതിസന്ധിയിലാക്കി ഒരു തരത്തിലും പാതുറക്കാനാവാത്ത വണ്ണമുള്ള കുരുക്കിലാക്കി ഫ്ലാറ്റ് ഷൂട്ടുകൾ എന്ന് പറയുന്നത്, അതായത് സ്ട്രാറ്റജിക് ലോ സ്യൂട്ട് അഗേൻസ്റ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇത്തരത്തിൽ പ്രതിപക്ഷ സ്വഭാവത്തോടെ അല്ലെങ്കിൽ വളരെ കൃത്യമായി ഈ ആക്ടിവിസ്റ്റ് സ്വഭാവത്തോടെ തന്നെ വേണമെങ്കിൽ ഇടപെടുന്ന ആളുകളെയും മാധ്യമങ്ങളെയും എല്ലാം നിശബ്ദരാക്കാൻ പോകുന്ന ഏറ്റവും കൃത്യമായ തന്ത്രം ഏറ്റവും സൂക്ഷ്മമായി പ്രയോഗിക്കുന്ന ഒരു മുതലാളിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. ആ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കേരളത്തിൽ NDAയുടെ വൈസ് ചെയർമാനായി ഇടയുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം പറയുന്നത്. അയാളുടെ മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് കൊണ്ട് നമ്മളൊക്കെ മറന്നു. കാരണം നമ്മുടെ മനസ്സിൽ TNG അങ്ങനെ തോമസ് ഏട്ടനും അല്ലെങ്കിൽ കുറെ ആളുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്നവരായി മലയാളി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള പ്രശ്നം. അതല്ല സാധനം, ഇത് വേറെയാണ്, ഇത് വേറെ ഐറ്റമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കില്ല. ആ ഒരു മാധ്യമ സ്ഥാപനത്തെ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പത്രത്തെ കുറിച്ച് പറയുമ്പോൾ മനോരമയായിട്ടും ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ഏഷ്യാനെറ്റ് എന്നും പറയുന്നത് ഒരു ഈ പറഞ്ഞ മെറ്റഫറായി എടുത്താൽ മതി. അവരെ കുറിച്ച് മാത്രം പറയുന്നതായിട്ട് എടുക്കണ്ട. അതൊരു പൊതു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ അതായത് കച്ചവടം എന്ന് പറയുമ്പോൾ